1 ലക്ഷത്തോളം ജനസംഖ്യയും ഒരൊറ്റ എംപിയുമുള്ള ലക്ഷദ്വീപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും BJPക്കും ഇത്ര പ്രധാനപ്പെട്ടതാകുന്നത് എങ്ങനെയാണ്? ബംഗാരം ദ്വീപിൽ താമസിച്ച മോദിയുടെ ചിത്രങ്ങൾ ആവേശത്തോടെ BJP അനുഭാവികൾ പങ്കുവെക്കുന്നതിന് പിന്നിൽ എന്താണ്? लक्षद्वीप का जमीनी इलाका भले ही छोटा हो, लेकिन लक्षद्वीप के लोगों का दिल समुद्र जितना विशाल है. 100% മുസ്ലിം ജനസംഖ്യയുള്ള 32 ചതുരശ്ര കിലോമീറ്റർ പ്രദേശമാണ് ലക്ഷദ്വീപ്. അവിടേക്ക് ആദ്യമായി മോദി എത്തിയത് 2017-ൽ. പിന്നെ പ്രഫുൽ ഘോഡ പട്ടേൽ എന്ന ഗുജറാത്തുകാരൻ ലക്ഷദ്വീപിന്റെ അഡ്മിനിസ്ട്രേറ്ററായി എത്തി. അന്നു മുതലാണ് ലക്ഷദ്വീപിന്റെ കഥ മാറുന്നത്. സ്വാതന്ത്ര്യത്തിനു മുന്നേ കണ്ണൂരിലെ അറക്കൽ രാജകുടുംബം ദ്വീപുവാസികൾക്ക് 5 ദ്വീപുകളിലെ ഭൂമി കൃഷിക്ക് പാട്ടത്തിന് നൽകിയിരുന്നു. പണ്ടാരം ഭൂമി എന്നാണ് അതറിയപ്പെടുന്നത്. ഇപ്പോൾ അവിടെ താമസിക്കുന്നവരോട് ഒഴിഞ്ഞു മാറാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയതാണ് ദ്വീപിലെ ഒടുവിലത്തെ പ്രകോപനം. നഷ്ടപരിഹാരം പോലും നൽകാതെ പകരം ഭൂമി ഉറപ്പാക്കാതെയാണ് സർക്കാർ ഭൂമിയെന്ന് പറഞ്ഞ് പണ്ടാരം ലാൻഡിൽ നിന്ന് താമസക്കാരെ ഒഴിവാക്കാൻ ശ്രമിച്ചത്. എന്നാൽ ഹൈക്കോടതിയിൽ നിന്ന് ദ്വീപ് ഭരണകൂടത്തിന് തിരിച്ചടിയുണ്ടായി. ടൂറിസം വികസനം ലക്ഷ്യമിട്ടാണ് ഈ ഭൂമി ഏറ്റെടുക്കുന്നതിന് ഭരണകൂടം ലക്ഷ്യമിട്ടത്. കവരത്തിയിലെ പാരഡൈസ് ഹട്ട് മുതലുള്ള ബീച്ചിൽ പ്രദേശവാസികൾക്ക് നിയന്ത്രണം കൊണ്ടുവരുന്നതിന് പിന്നിലും ലക്ഷ്യങ്ങൾ വേറെയാണ്. ടൂറിസം പദ്ധതികൾക്ക് അനുമതി ആവശ്യപ്പെട്ട് ദ്വീപുവാസികൾ നിരവധി അപേക്ഷകൾ നൽകിയിരുന്നു. എന്നാൽ അതെല്ലാം ഭരണകൂടം തള്ളി. ഇപ്പോൾ ദ്വീപിന് പുറത്തു നിന്നുള്ളവർക്ക്, പ്രഫുൽ പട്ടേലിനും BJPക്കും താല്പര്യമുള്ളവർക്ക്, ഗുജറാത്തിൽ നിന്നടക്കമുള്ളവർക്ക് ടൂറിസം പദ്ധതികൾ അനുവദിക്കാൻ നീക്കമുണ്ടെന്നാണ് ആരോപണം. ഈ സമയത്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപിലെത്തുന്നത്. ദ്വീപ് ടൂറിസത്തെ പുകഴ്ത്തി സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞത്. നേരത്തെ അഡ്മിനിസ്ട്രേറ്റർ കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ ദ്വീപുകാർക്ക് ഒട്ടും രുചിക്കുന്നതായിരുന്നില്ല. വിവിധ വകുപ്പുകളിലെ 3000-ഓളം താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടു. സ്കൂളുകളിൽ മാംസാഹാരം നൽകുന്നത് വിലക്കി. മദ്യത്തിനുണ്ടായിരുന്ന വിലക്ക് ടൂറിസത്തിന്റെ പേരിൽ ഒഴിവാക്കാൻ ശ്രമിച്ചു. കുറ്റകൃത്യങ്ങൾ കുറവായ ദ്വീപിൽ ജയിലുകൾ സ്ഥാപിച്ചു. കേന്ദ്രസേനയുടെ എണ്ണം കൂട്ടി. ദ്വീപുകാർ കാലങ്ങളായി ചെയ്തു വന്നിരുന്ന നിർമ്മാണ കരാറുകൾ ഗുജറാത്ത് അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ കമ്പനികൾക്ക് നൽകി. ഇങ്ങനെ പലതും ദ്വീപുകാരെ പ്രകോപിതരാക്കി. ലക്ഷദ്വീപിൽ കോൺഗ്രസ്, CPM, BJP, NCP പാർട്ടികളൊക്കെയുണ്ട്. ദ്വീപിലെ 11 വില്ലേജ് പഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്തുകളിലേക്കും ഇവർ മത്സരിക്കുന്നതും പതിവാണ്. എന്നാൽ ഇപ്പോൾ കാലാവധി കഴിഞ്ഞതിനാൽ പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഒന്നുമില്ല. എല്ലാം തീരുമാനിക്കുന്നത് അഡ്മിനിസ്ട്രേറ്ററായ പ്രഫുൽ പട്ടേലാണ്. സിവിൽ സർവീസ് ഓഫീസറല്ലാത്ത രാജ്യത്തെ ആദ്യ അഡ്മിനിസ്ട്രേറ്ററാണ് പ്രഫുൽ ഘോഡ പട്ടേൽ. BJP രാഷ്ട്രീയത്തിലെത്തും മുന്നേ സബർ കൺസ്ട്രക്ഷൻ എന്ന കരാർ കമ്പനിയുടെ നടത്തിപ്പുകാരനായിരുന്നു. പിന്നെ MLA ആയി. 2010-ൽ അമിത്ഷാ ജയിലിലായപ്പോൾ നരേന്ദ്രമോദി പ്രഫുൽ പട്ടേലിനെ ആഭ്യന്തരമന്ത്രിയാക്കി. അന്നും ഇന്നും മോദിയുടെ ഇഷ്ടക്കാരനാണ് പ്രഫുൽ പട്ടേൽ.